മോദിജി നോട്ട് നിരോധനം നടപ്പിലാക്കിയ ശേഷം ഫേക്ക് കറൻസി, കൗണ്ടർഫിറ്റ് കറൻസി അഥവാ ഭാരതീയ റിസർവ് ബാങ്ക് പ്രിൻ്റ് ചെയ്യാത്ത കറൻസി 270 കോടി രൂപയുടെ മൂല്യമുള്ള കറൻസിയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു ചെറിയ കണക്കല്ല കേട്ടോ. അത് ഭാരതത്തിൽ സർക്കുലേഷനിൽ പിടിക്കപ്പെട്ട ഫേക്ക് കറൻസി ഇവിടെ കണക്കാണ്. ഒരു അമേരിക്കൻ ഡോളർ ലോകത്തിൽ എവിടെയെങ്കിലും ഫേക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആരെങ്കിലും കയ്യിൽ ഒരു ഫേക്ക് അമേരിക്കൻ ഡോളർ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതുപോലെയാണ് അമേരിക്കൻ കറൻസി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കോണമിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് കറൻസിയുടെ വില കുറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകുലപ്പെടുമ്പം തന്നെ ചിന്തിക്കണം, ഈ ഫേക്ക് കറൻസി പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കറൻസിയുടെ മൂല്യം എത്ര അധികമായിട്ടാണ് കുറയ്ക്കുന്നത്. ഈ ഫേക്ക് കറൻസി ഇത്രയും അധികം പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അതെവിടെയാണ് പ്രിൻ്റ് ചെയ്യപ്പെട്ടത്? എന്താ ആരും ചോദിക്കാത്തത്? ഒരു പത്രത്തിലും വരുന്നില്ലല്ലോ. ഫേക്ക് കറൻസി, ഭാരതത്തിൻ്റെ ഫേക്ക് കറൻസി, സിംഗപ്പൂരിൻ്റെ ഫേക്ക് കറൻസി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ദുബായിയുടെ ഫേക്ക് കറൻസി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ഭാരതത്തിൻ്റെ ഫേക്ക് കറൻസി എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ കറൻസി നോട്ടിൻ്റെ കൗണ്ടർഫീറ്റ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കി അതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ അത്രയും കറൻസി അച്ചടിച്ചു, അത് പിടിക്കപ്പെട്ടും കഴിഞ്ഞു. 270 കോടി രൂപയുടെ മൂല്യമാണ് അതിന്. 1-2 കോടിയല്ല, 1-2 ലക്ഷമല്ല, 1000-2000 അല്ല. നമ്മൾ സംസാരിക്കുന്നത് 200 കോടിക്ക് മുകളിൽ ഫേക്ക് കറൻസി തന്നെ പിടിക്കപ്പെട്ടു. ആ കറൻസി എത്ര ആളുകൾ ഉപയോഗിച്ച് കാണും? അത് ഓരോ വ്യക്തികളും ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മൾ ആ കറൻസിക്ക് അതിൻ്റെ മുഴുവൻ മൂല്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 10 പേര് ഉപയോഗിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 270 കോടി എന്ന് പറയുന്നത് എത്രയായി? 270 × 10 കോടിയായി, 2700 കോടിയായി. ഇനി അത് ഒരു 100 പേര് ഉപയോഗിച്ച ശേഷമാണ് ഈ കറൻസി പിടിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയായി? അത്രയ്ക്കും ബ്ലാക്ക് മണി നമ്മുടെ സിസ്റ്റത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. അത് പിടിക്കപ്പെട്ടു. നമ്മളിപ്പോഴും പറയുന്നത് നോട്ട് നിരോധനം തെറ്റായിരുന്നു എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 270 കോടി രൂപ മൂല്യം വരുന്ന ആ കറൻസി, പിടിക്കപ്പെട്ട കറൻസിയുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. അത് 10 ആളുകളിൽ കൂടെ അല്ല 100 ആളുകളിൽ കൂടെ വ്യാപാരങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിടിക്കപ്പെട്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂല്യം എത്രയായി? അത്രയ്ക്കും ഭാരതത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയാണ്. നിങ്ങൾക്കും എനിക്കും, നമുക്ക് ഓരോരുത്തർക്കും ഈ കറൻസി ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്തോറും അത്രയ്ക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഇത് സർക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ 270 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഒരു കാരണവുമില്ലാതെ ഭാരതത്തിന് ഉണ്ടാവുകയാണ്. അപ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടം നമുക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് 2016 ശേഷം പിടിക്കപ്പെട്ട കറൻസിയുടെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പ് എത്ര ഫേക്ക് കറൻസി ഇവിടെ വന്നു, എത്ര ഫേക്ക് കറൻസി ഇതിലെ ചലിച്ചു, അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു, ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ നരേന്ദ്രമോദിജി നോട്ട് നിരോധനം കൊണ്ടുവന്നതിന് ശേഷം, അതിന് ശേഷമാണല്ലോ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ. പിടിക്കപ്പെട്ട കറൻസിയുടെ മൂല്യമാണ്, ഇന്ന് വരെ പിടിക്കപ്പെട്ട കറൻസിയുടെ മൂല്യമാണ് 270 കോടി എന്ന് പറയുന്നത്. ഫേക്ക് കറൻസി, കൗണ്ടർഫീറ്റ് കറൻസി, ഭാരതത്തിൻ്റെ റിസർവ് ബാങ്ക് പ്രിൻ്റ് ചെയ്യാത്ത കറൻസി. ഈ കറൻസി നോട്ട് എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു?
ഭാരതത്തിലാണിത് സർക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഭാരതത്തിലല്ലേ രൂപയ്ക്ക് മൂല്യമുള്ളൂ. ദുബായിലോ അമേരിക്കയിലോ എന്തായാലും ഇത് സർക്കുലേറ്റ് ചെയ്യില്ല. വേറെ ഒരു രാജ്യത്തിലും ഇതിന് മൂല്യമില്ല. ഇത് ഭാരതത്തിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാരതത്തിലേക്ക് ഇത് വന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യപ്പെട്ടു. ഭാരതത്തിൽ ഇത് പ്രിൻ്റ് ചെയ്യപ്പെട്ടെങ്കിൽ എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു? എന്തായാലും നമ്മുടെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നമ്മുടെ പോലീസും നമ്മുടെ ഇൻ്റലിജൻസും ഭാരതത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു കൗണ്ടർഫീറ്റ് കറൻസി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാതിരിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ പ്രിൻ്റ് ചെയ്യപ്പെട്ടു? ഞാൻ റീസെൻ്റായിട്ട് ധുരന്തർ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു. അതിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഗവൺമെൻറ് ഒരു വ്യക്തിയെ ഏജൻ്റായിട്ട് സോൾജർ ആകാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്ന, എന്നാൽ തൻ്റെ വ്യക്തിപരമായ സാഹചര്യങ്ങൾ മൂലം ഒരു ക്രിമിനലായിപ്പോയ ഒരു വ്യക്തിയെ അവനൊരു സാധ്യത, അവനൊരു ചാൻസ് എന്നുള്ള നിലയ്ക്കും ഭാരതത്തിൻ്റെ ഒരു സോൾജറായി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയും ഒരു ഏജൻ്റായിട്ട് അവനെ പാകിസ്ഥാനിലേക്ക് വിടുക. പാകിസ്ഥാൻ്റെ അണ്ടർവേൾഡിൻ്റെ ഡോണായി കുറേ വർഷങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ. അതിൻ്റെ ഇടയ്ക്ക് ഭാരതത്തിൽ വരാനിരിക്കുന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസും ഭാരതത്തിനെതിരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസികളുടെയും ഫേക്ക് കറൻസികളുടെ ന്യൂസും ഒക്കെ ആ മനുഷ്യൻ ഭാരത സർക്കാരിന് എത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം അതിൽ സന്യാൽ എന്ന് പറഞ്ഞൊരു പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് അജിത് ദോവാലിനെ കുറിച്ചാണ് എന്നാണ് ഞങ്ങൾക്ക് അത് ഇൻ്റർനെറ്റിലൊക്കെ അത് അതിനെക്കുറിച്ച് പറയുന്നത്. ആ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു ഇങ്ങനെയുള്ളവരെ ഏജൻ്റായിട്ട് അയക്കുകയും അവരിൽ കൂടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ശേഖരിച്ചിട്ട് ഭാരത സർക്കാരിനെ അറിയിച്ചിട്ട് എന്തൊക്കെയാണ് ഭാരതത്തിന് വരാൻ പോകുന്ന ആ ആപത്തുകൾ അത് ഒഴിവാക്കുക, ആൻറ്റി ടെറർ സ്ക്വാഡ്, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫേക്ക് കറൻസിയെക്കുറിച്ച് ആ മൂവിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഫേക്ക് കറൻസി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ട് നേപ്പാൾ വഴി ഭാരതത്തിലേക്ക്, യു പിയിലേക്ക്, ഭാരതത്തിലെ ഒരു MLA, ഈ അടുത്ത് മരിച്ചുപോയ ഒരു MLA, യു പിയുടെ ഒരു MLA, ആത്തിഫ് എന്ന് പറഞ്ഞ ഒരു MLA, അയാൾ 150-ൽ പരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അയാൾ എങ്ങനെയാണ് MLA ആയതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ MLA സമാജ്വാദി പാർട്ടിയുടെ MLA, ആ MLA കൂടെയാണ് ആ പൈസ, ആ രൂപ ഭാരതത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെയുള്ള അനേകം പേര് വേറെ കാണും. പക്ഷെ ആ മൂവിക്കകത്ത് അങ്ങനെ ഒരാൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഫേക്ക് കറൻസി ഭാരതത്തിൻ്റെ പുറത്ത് ആർക്കാണ് ഭാരതത്തിൻ്റെ എക്കണോമിയെ തകർക്കാൻ താല്പര്യമുള്ളത്? ചൈന, പാകിസ്ഥാൻ, അല്ല അവർക്കൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ബംഗ്ലാദേശ്, നമ്മളെ നെയ്ബറിങ് കൺട്രീസ്. ആ സമയത്ത് ബംഗ്ലാദേശിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ നമ്മളോട് ശത്രുത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവരായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ മൂവിയിൽ പറയുന്നത് പാകിസ്ഥാനിലാണ് ഈ ഫേക്ക് കറൻസി അച്ചടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെ അച്ചടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരം ഇൻ്റലിജൻസ് ഏജൻസിക്ക് ലഭിക്കുകയും അവരത് കൺഫേം ചെയ്ത ശേഷമാണ് അവർ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇത് അറിയിക്കുന്നത്. അങ്ങനെയാണ് പ്രധാനമന്ത്രി ആ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു ദിവസം രാത്രി ഇങ്ങനെ പെട്ടെന്നൊരു വിഷൻ കണ്ടൊരു ദർശനം കണ്ട് നരേന്ദ്രമോദി എഴുന്നേറ്റിട്ട് ഇന്ന് രാത്രി മുതൽ 500 രൂപയും 1000 രൂപയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാകും, അതിന് ഒരു വിലയുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. നമ്മളിൽ പലരും പല പ്രാവശ്യം മോദിജിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ അടക്കമുള്ളവർ തെറ്റിദ്ധരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നോട്ട് നിരോധനം. കാരണം നോട്ട് നിരോധനം കൊണ്ട് എന്ത് ലാഭമുണ്ടായി എന്ന് നമ്മൾ ചോദിക്കുന്നു. 99
99.3%, ഓൾമോസ്റ്റ് 100% നോട്ടുകളൊക്കെ ഭാരതത്തിൻ്റെ കറൻസി നോട്ടൊക്കെ തിരിച്ചെത്തി. ഭാരതത്തിൻ്റെ കറൻസി നോട്ട് തിരിച്ചെത്തി റിസർവ് ബാങ്കിലേക്ക്. പക്ഷേ ഈ ഫേക്ക് കറൻസി നോട്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 270 കോടി രൂപയുടെ ഫേക്ക് കറൻസി ഇതുവരെ പിടിക്കപ്പെട്ടു. അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 270 കോടി രൂപ ഭാരതത്തിൻ്റെ ഇക്കോണമിക്ക് നഷ്ടം വരികയാണ്. നമ്മുടെ രൂപയുടെ മൂല്യം അതുപോലെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫേക്ക് കറൻസിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ തീരുമാനം ആ ഒരു ഘട്ടത്തിൽ ഭാരത സർക്കാർ എടുത്തത്. അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്, അല്ലാതെ സ്വന്തമായിട്ട് പ്രധാനമന്ത്രി എടുത്ത ഒരു തീരുമാനമല്ല. തീരുമാനം എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം, ആ തീരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളും പ്രധാനമന്ത്രിക്ക് തന്നെയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിക്കെതിരെ പല കാര്യങ്ങളും പല ആളുകളും ആ സമയത്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് അനുദപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ലായിരുന്നു. കാരണം അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കാര്യമാണ്. ഈ ഫേക്ക് കറൻസി ഭാരതത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഡേഞ്ചറാണത്, നമ്മൾ കാണാത്തൊരു ഡേഞ്ചറാണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അമേരിക്കൻ ഡോളർ ലോകത്തിൽ മുഴുവൻ ഫേക്ക് കറൻസി ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോളറിൻ്റെ മൂല്യം എന്തായിരിക്കും? പിന്നെ ഡോളറിന് ഒരു മൂല്യം ഉണ്ടാവില്ല. അമേരിക്കക്കാർ എവിടെയും ലോകത്തിൽ ഒരൊറ്റ രൂപ പോലും അമേരിക്കൻ കറൻസി, ഫേക്ക് കറൻസി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയും ഫേക്ക് കറൻസി ഭാരതത്തിൻ്റെ, അത് ഭാരതത്തിൽ തന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഭാരതത്തിലെ ബാങ്കുകളിൽ കൂടെ തന്നെയാണ് പിടിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊക്കെ കുറേ കൊല്ലങ്ങൾ കൊണ്ട് അനാസ്ഥ കാണിച്ച പല പൊളിറ്റീഷ്യന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇനിയും അവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇനി ഈ 99.3% ഒറിജിനൽ കറൻസിയൊക്കെ റിസർവ് ബാങ്കിലേക്ക് എത്തിയല്ലോ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഒറിജിനൽ കറൻസിയിൽ ബാക്ക് മണി ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതിൽ 0.7% എന്ന് പറയുന്നത് എത്ര രൂപയാണെന്നറിയോ? 10,270 കോടി രൂപ. 270 കോടിയല്ല, 200 കോടിയല്ല, 10,270 കോടി രൂപ. 10,270 കോടി രൂപയുടെ കറൻസി തിരിച്ചു ചെന്നില്ല. ഇത് 500-ൻ്റെ 1000-ൻ്റെ നോട്ടാണ്. 10 രൂപയുടെ 20 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 100 രൂപയുടെ നോട്ടോ അവിടെയൊക്കെ ചുളിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും മദ്യപാനി എടുത്തിട്ട് കളഞ്ഞ് എന്ന് പറയുന്ന നോട്ടൊന്നുമില്ല. ആരും 500-ൻ്റെ 1000-ൻ്റെ നോട്ട് ചുളിവിൽ കളയാനൊന്നും പോകുന്നില്ല. അതിൻ്റെ സ്രോതസ്സ് കാണിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ നോട്ടുകൾ, എത്രയോ അവസരങ്ങൾ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടുകൾ നിങ്ങൾക്ക് മാറാമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് പേർക്ക് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. എൻ്റെ കയ്യിലും ഉണ്ട് കുറച്ച് നോട്ട്. അത് പിന്നെ ഞാൻ എൻ്റെ കളക്ഷൻ്റെ ഭാഗമാക്കി. ഒരുപാട് നോട്ടൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്ന നോട്ടുകൾ, അത്രയൊക്കെ ആൾക്കാരുടെ കയ്യിലുണ്ടാവുള്ളൂ. അതിൻ്റെ മൂല്യം വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇത് 10,270 കോടി രൂപ മൂല്യം വരുന്ന നോട്ടുകൾ തിരിച്ചെത്തിയിട്ടില്ല. ആ നോട്ടുകൾ ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെയും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെവിടെ പോയി? അത് കുറേ കൊല്ലം സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മുഴുവൻ ബ്ലാക്ക് മണിയാണ്. ആ ബ്ലാക്ക് മണി ഓരോ പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്തോറും 10,270 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുകയാണ്. ആ 10,270 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അത് എക്സാജറേറ്റഡ് ഫിഗറാണ്. ഒരുപാട് പാവപ്പെട്ടവരുടെ കയ്യിലൊക്കെ ആയിട്ട് ഒരു 5,000 കോടി കൂട്ടിക്കോ, അല്ലെങ്കിൽ ഒരു 9,000 കോടി കൂട്ടിക്കോ. അതൊക്കെ നമ്മളെ നാട്ടുകാരുടെ ഇടയിൽ കുടുങ്ങിപ്പോയ പൈസയാണെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും കുടുങ്ങിപ്പോകാൻ പോകുന്നില്ല. 270 കോടി രൂപേനെ മുകളിലൊന്നും നാട്ടുകാരുടെ ഇടയിൽ അവരുടെ പുസ്തകത്തിൻ്റെ ഇടയ്ക്കൊന്നും വെച്ചിട്ട് ആരും മറന്നു പോകാൻ പോകുന്നില്ല. അപ്പോൾ അത്രയും കോടി രൂപ കുടുങ്ങിപ്പോയെന്ന് വിചാരിച്ചോ? എന്നാലും എത്ര കോടി ബാക്കിയുണ്ടാവും? ആ കോടി മുഴുവൻ എന്താണ്? ബ്ലാക്ക് മണിയാണ്. സ്രോതസ്സ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ബാങ്കിൽ കൊണ്ടുപോയി ആരോ അടയ്ക്കാതിരുന്നതാണ്. അയാൾക്കും അയാളുടെ ആൾക്കാർക്കും വലിയൊരു നഷ്ടമുണ്ടായി. അതുകൊണ്ടായിരിക്കും അവരുടെ പല ഇലക്ഷനുകൾ ഒരു തോറ്റുപോയത്. പക്ഷേ ആ ബ്ലാക്ക് മണി എന്ന് പറയുന്ന മണി വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ, ഈ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ, ഓരോ പ്രാവശ്യം
എത്ര രൂപയുടെ ബ്ലാക്ക് മണിയാണോ സർക്കുലേറ്റ് ചെയ്യുന്നത് അത്രയും ഭാരതത്തിൻ്റെ എക്കോണമിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു 1000 കോടിയാണെന്ന് കൂട്ടിക്കോ. 10,270 കോടിയിൽ നിന്ന് ഞാൻ വെറും അതിൻ്റെ ദശാംശം മാത്രം എടുക്കുന്നുള്ളൂ. 1000 കോടി രൂപ മാത്രമാണ് ആ ഒറിജിനൽ കറൻസിയുടെ മൂല്യം എന്ന് വിചാരിക്കുക. ഒറിജിനൽ കറൻസിയാണത്. പക്ഷേ അത് ടാക്സ് ചെയ്യപ്പെട്ട കറൻസി അല്ല, അത് ബ്ലാക്ക് മണിയാണ്. ആ 10,000-ൽ ആകെ ഞാൻ 1000 കൂട്ടിയിട്ടുള്ളൂ. 9,000 ഞാൻ കൂട്ടുന്നില്ല. അതെവിടേക്കോ കുടുങ്ങിപ്പോയ കറൻസിയാണ് എന്ന് വിചാരിക്കുക. 9,270 കോടി രൂപ എവിടെയൊക്കെയോ കുടുങ്ങിപ്പോയ പൈസയായിട്ട് കരുതിയാലും 1000 കോടി രൂപ എന്ന് പറയുന്ന ബ്ലാക്ക് മണി പ്രധാനമന്ത്രി മോദിജി ഈ നോട്ട് നിരോധനം കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു 20 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം ഈ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് എന്നാണോ അച്ചടിക്കാൻ ഭാരതം തുടങ്ങിയത് ആ സമയത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് മുതൽ നോക്കിയാൽ ഒരു 15-20 വർഷം ഇത് ഓരോ കൈയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് എത്ര കൈ മറിഞ്ഞ് കാണും? കോടിക്കണക്കിന് കൈ മറിഞ്ഞ് കാണും. അങ്ങനെയാണെങ്കിൽ ആ 10,000-ൽ ഞാൻ വെറും 1000 കോടി എടുത്തത്, ആ 1000 കോടി രൂപയുടെ ബ്ലാക്ക് മണി കറൻസി ഒറിജിനൽ കറൻസിയാണ്, പക്ഷേ അത് ടാക്സ് ചെയ്യപ്പെട്ട കറൻസിയല്ല. ആ ബ്ലാക്ക് മണി കറൻസി ഓരോ പ്രാവശ്യം കറങ്ങും തോറും ഭാരതത്തിൻ്റെ ഇക്കോണമിക്ക് അത്രയ്ക്കും തന്നെ 1000 കോടി തന്നെ നഷ്ടം ഉണ്ടാവുകയാണ്. അങ്ങനെ നോക്കിയാൽ അത് ഒരു കോടി പ്രാവശ്യം മറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ ധാരണ. ഞാൻ 1 കോടി പറയുന്നില്ല, 1000 പ്രാവശ്യം അത് മറിഞ്ഞു കാണും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ 1000 × 1000 അത്രയ്ക്കും കോടി രൂപ ഭാരതത്തിൻ്റെ എക്കോണമിക്ക് നഷ്ടമാണ്. വെറുതെ ഒരൊറ്റ രൂപ പോലും ടാക്സ് പോലും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. വെറുതെ ഒരൊറ്റ രൂപ താഴെ കിടക്കുകയാണെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു ഭിക്ഷക്കാരന് അല്ലെങ്കിൽ നമ്മുടെ കളക്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ദേവിക്ക് അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ പോലീസുകാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അത്രയ്ക്കും 1 രൂപയ്ക്ക് പോലും നമ്മൾ അത്രയും മൂല്യം കൊടുക്കുന്ന ആളുകളായിരിക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ 5 രൂപ കൊടുത്തു, 15 രൂപയാണ് ടിക്കറ്റ്, 15 കൊടുത്തു അല്ലെങ്കിൽ 20 കൊടുത്തു, അതിൽ 5 രൂപ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ 5 രൂപ ചോദിച്ച് മേടിക്കുന്ന, 13 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 2 രൂപ ചോദിച്ച് മേടിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ഈ ഇത്രയും വലിയ കണക്ക് നിസ്സാരമായി കണ്ടിട്ട് ആ നഷ്ടം നമ്മൾ ഓരോരുത്തരും വെറുതെ അങ്ങ് സഹിക്കുകയാണ്. ആദ്യം പറഞ്ഞ കണക്ക് ഫേക്ക് കറൻസി നോട്ടിൻ്റെ ആയിരുന്നു. ഫേക്ക് കറൻസി നോട്ട് പാകിസ്ഥാനിലാണ് എന്നാണ് പറയപ്പെടുന്നത് അച്ചടിക്കപ്പെട്ടത്. ഭാരതത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പിടിച്ചേ പറ്റും അവരെ. ഫേക്ക് കറൻസി നോട്ട് പാകിസ്ഥാനിൽ അച്ചടിക്കപ്പെട്ട ഫേക്ക് കറൻസി നോട്ട് 200 കോടിയിലധികം രൂപ വില വരുന്ന ഫേക്ക് കറൻസി നോട്ട് എത്രയോ തവണ നമ്മുടെ എക്കണോമി കൂടെ കറങ്ങിയിട്ടുണ്ട്. അത്ര ഓരോ പ്രാവശ്യം കറങ്ങുമ്പോൾ 200 കോടിയുടെ നഷ്ടം നമ്മുടെ എക്കണോമിക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും ആ നോട്ടുകൾ. അതിപ്പോൾ 2016 മുതൽ 26 വരെ കളക്ട് ചെയ്യപ്പെട്ട നോട്ടിൻ്റെ കണക്കാണ് പറഞ്ഞത്. ഇനി എത്ര നോട്ടുകൾ വരും എന്നുള്ളത് ഗവൺമെൻറ്റിനും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. വെറുതെ ആണോ നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഇൻ്റലിജൻസ് ഓഫീസേഴ്സും അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഫേക്ക് കറൻസി നോട്ട് ഭാരതത്തിൽ കറങ്ങുന്നുണ്ട്, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നത് തിരിച്ചറിയാൻ ശ്രമിച്ചിട്ട് ആ നോട്ട് നിരോധനം പ്രധാനപ്പെട്ട 100 രൂപയുടെ നോട്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയ പോലുമില്ല. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് അന്ന് നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര കോടിയുടെ നഷ്ടങ്ങൾ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കും നമ്മൾ അറിയ പോലുമില്ല. നമ്മൾ പറയും നമ്മുടെ രാഷ്ട്രത്തിൽ നഷ്ടത്തിനൊരു സാധ്യതയില്ല, എല്ലാ ബിസിനസ്സും ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ നഷ്ടം രാഷ്ട്രത്തിന് മൊത്തത്തിൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ രൂപ അതിൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം നമ്മൾ കാണുന്നതേ ഇല്ല. നമ്മുടെ പുറകിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫേക്ക് കറൻസി മൂലമുള്ള നഷ്ടം. ഇനി ഒറിജിനൽ കറൻസി മൂലമുള്ള നഷ്ടമുണ്ട്. ആ ഒറിജിനൽ കറൻസി മൂലമുള്ള നഷ്ടമാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ആ ഒറിജിനൽ കറൻസി ടാക്സ് അതിൻ്റെ അടച്ചിട്ടില്ല. ആ ടാക്സ് അടയ്ക്കപ്പെടാത്ത ഒറിജിനൽ കറൻസി ഇവിടെ സർക്കുലേറ്റ് ചെയ്യും തോറും അതിൻ്റെ നഷ്ടം നമ്മുടെ മൊത്തത്തിലുള്ള എക്കണോമിക്ക് അല്ലെങ്കിലും ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും അതിൻ്റെ ടാക്സ് കിട്ടിയിട്ടില്ലല്ലോ.
അത് വന്നുകൊണ്ടിരിക്കുകയാണ്.